സോ അത് സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അതെ, ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഫേസ് കംപ്ലീറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നുണ്ടല്ലോ നമ്മൾ ഒരുപാട് നാളായി ഒരു ഹോം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്തിട്ടല്ലേ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോയിങ്, ഓൾമോസ്റ്റ് ഒരു ഹൈഡ്രാ ഗ്ലോയിങ് ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതും ഹോം ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട്. ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടല്ലേ, ആൻഡ് അതിൻ്റെ റിസൾട്ടും സൂപ്പർബായിരുന്നു. സോ ഇത് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് കുറച്ച് റെസിപ്പീസ്, കുറച്ച് ഹോം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ ഒരു ഫേഷ്യലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം റോ മിൽക്കാണ് കേട്ടോ, അല്പം റോ മിൽക്ക് എടുക്കുക. അതിലേക്ക് അല്പം കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോം ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. റോ മിൽക്കും കസ്തൂരി മഞ്ഞൾപ്പൊടി. അത് ജസ്റ്റ് ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ അല്പം കോട്ടൺ പാഡിലോ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. നമ്മുടെ ഫേസിൽ ഡസ്റ്റും ഡേർട്ടും ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ്നസ് എഫക്റ്റും കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ പിമ്പിൾ മാർക്സൊക്കെ, ഫേസിലുള്ള പിമ്പിൾ മാർക്സൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിൽക്ക് വന്നിട്ട് ഫേസിലെ ഡേർട്ട്സ് ക്ലീൻ ചെയ്യാനും അതിന് പുറമെ നമ്മുടെ ഫേസിൽ മോയ്സ്ചർ കോണ്ടന്റ് നിലനിർത്താനും സൂപ്പർബാണ്. അതെ, ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഫേസ് കംപ്ലീറ്റ്. ഈ ഒരു ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആകുകയും ആ ഡേർട്സ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകുന്നൊരു ഫീൽ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ തന്നെ വിസിബിൾ ആണ്. ക്ലെൻസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. സോ അത് ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഗ്ലോയിങ് ഫേസിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പാണ് സ്കിൻ പോളിഷിങ്. സോ അതിന് ഫസ്റ്റ് വേണ്ടത് കോഫി പൗഡർ. ഫസ്റ്റ് നമുക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കാം. അല്പം ഹണി, പിന്നെ അല്പം റോ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയാകും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ക്വാണ്ടിറ്റിയിൽ റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസിലും നെക്കിലും. ഇത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ചെറുതായിട്ട് ജെന്റ്ലി ടച്ചിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് കൂടി ചെയ്ത് കൊടുക്കുക. സോ ഇത് കംപ്ലീറ്റ് ഞാൻ സ്കിന്നിൽ, ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ജെന്റ്ലി ടച്ച്. ഒരു 2 or 3 മിനിറ്റ്സ് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ ഗൈസ്,
നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ സ്കിൻ പോളിഷിംഗ് എന്തേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോ അങ്ങനെ നമ്മുടെ 2 സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ക്ലെൻസിങ്ങും സ്കിൻ പോളിഷിങ്ങും കഴിഞ്ഞു. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് ഫേസ് സ്ക്രബ്. സോ നമ്മുടെ ഫേസ് സ്ക്രബിന് വേണ്ടിയിട്ട് അല്പം ഗ്രാം ഫ്ലോർ എടുക്കുക, കടലമാവാണേ, ബേസൻ. അതിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടാറ്റോ ജ്യൂസ്. ഇത് ഓൾറെഡി പൊട്ടാറ്റോ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയിട്ടിരിക്കണേ. സോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഫ്ലോർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റൈസ് ഫ്ലോർ ആഡ് ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. സോ അത് സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ്സ് വാഷ് ചെയ്തിട്ട് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു വെറ്റ് വൈപ്സ് കൊണ്ട് നമുക്കിതൊന്ന് വേണമെങ്കിൽ ഒന്ന് കോട്ടൺ പാഡ് കൊണ്ടോ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒന്ന് 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ തന്നെ ഒരു ഫേസ് നല്ല രീതിയിൽ ക്ലീനായി, ഒരു ബ്രൈറ്റനായി, ആൻഡ് ആ ഒരു ഡേർട്ടൊക്കെ റിമൂവായി ജസ്റ്റ് ഒന്ന് ബ്രൈറ്റനായി ജസ്റ്റ് ഒരു സോഫ്റ്റായൊരു ഫീലാണ് കേട്ടോ. ഒരു റിഫ്രഷിങ് ഫീൽ എനിക്ക് സെൽഫായിട്ട് തന്നെ തോന്നുന്നുണ്ട്. സോ ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക്. ദെൻ നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് അല്പം ബനാന പൾപ്പ് എടുക്കുക, അതിലേക്ക് ഗ്രാം ഫ്ലോർ എടുക്കുക. ഗ്രാം ഫ്ലോറിന് പകരം റൈസ് ഫ്ലോർ, അരിമാവ് വേണേലും എടുക്കാൻ കേട്ടോ. അടുത്ത് വേണ്ടത് ഹണിയാണ്. സോ ബനാന പൾപ്പും അല്പം ബേസനും ഹണിയുമാണ്. സോ നമ്മുടെ ഫേസ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ തിങ്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ഹോം റെമഡി ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 ആ ഒരു സ്റ്റെപ്സിൽ വരുന്ന 4ഉം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി അല്ലെങ്കിൽ വേറെ ഇറിറ്റേഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഞാൻ ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സോ ഞാൻ ഇതിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. സോ അതുകൊണ്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണേ. സോ ഗൈസ്, ഞാൻ ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫേസിലൊക്കെ ഒന്ന് അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. സോ ഗൈസ്, ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. ആക്ച്വലി ഐ എം വെരി ഹാപ്പി. കാരണം നല്ലൊരു ബ്രൈറ്റ്നസ്സും ആൻഡ് ഒരു ക്ലെൻസിങ് എഫക്റ്റും ജസ്റ്റ് ഒരു മോയ്സ്ചറായിട്ടുള്ളൊരു എഫക്റ്റും കൂടി ഉണ്ട്. ഒരു ഗ്ലോയിങ് എഫക്റ്റ് എനിക്കിതിൽ കിട്ടുന്നുണ്ട്. നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് സെൽഫായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും ആൻഡ് നമ്മളിതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാമേജസിനും, അതായത് ബ്രൈറ്റ്നസ്, ടാൻ റിമൂവ് ചെയ്യാനും, നമ്മുടെ ആക്നെ, പിമ്പിൾ മാർക്സിനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ഫേഷ്യൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വീക്ക്ലി വൺസ് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ആൻഡ് തീർന്നിട്ടില്ല. ഇതിൻ്റെ 5th സ്റ്റെപ്പ് വന്നിട്ട് മോയ്സ്ചർ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബേബി ഓയിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്കിതിൽ കിട്ടിയത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.